വീക്കെൻഡ്സ് സാധാരണ ഞാൻ സൂര്യോദയം കാണാറില്ല കേട്ടോ. പക്ഷേ ഇന്ന് കുറച്ച് നേരത്തെ എണീക്കേണ്ടി വന്നു. അതാണ് ഇന്നത്തെ വ്ളോഗ് കേട്ടോ. അപ്പം ഞാൻ തലേ ദിവസം തന്നെ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് ഗസ്റ്റുകൾ ഇന്നും നാളെയുമായിട്ട് കുറച്ച് ഗസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കുറച്ച് കിളി പോയി നടക്കുന്ന ആളാണ്. എനിക്ക് തന്നെ ഒരു അരമണിക്കൂറിന് അത് ഡെയിലി എല്ലാ ദിവസവും അങ്ങനെയാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം കിളി പോയി നടക്കും. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ പാത്രങ്ങൾ കഴുകിയതൊക്കെ എടുത്ത് വെക്കുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇന്ന് രംഷേട്ടൻ്റെ കുറച്ച് കൊളീഗ്സ് വരുന്നുണ്ട്. അവരൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. അപ്പോൾ ട്രിപ്പ് പോകുന്നത് രാവിലെ പോവാണ്. അപ്പോൾ രാവിലെ എല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ആക്കാമെന്ന് പറഞ്ഞു. ഇത് പെട്ടെന്ന് തലേ ദിവസം പറഞ്ഞതാണ്. അതായത് ഇന്ന് സാറ്റർഡേ പോവാണ്. അപ്പോൾ ഫ്രൈഡേ ഈവനിങ് ആണ് അവരിവിടെ ബ്രേക്ക്ഫാസ്റ്റാന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പ്രിപ്പയർ ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. രാത്രി കിടക്കുന്നതിന് മുന്നേ ഞാൻ എന്തൊക്കെ ഉണ്ടാക്കണം എന്ന് പ്ലാൻ ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ച് അതിനനുസരിച്ച് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ രംഷേട്ടനും കൂടെ തലേ ദിവസം തന്നെ ചെയ്തു വെച്ചപ്പോൾ എനിക്കിപ്പോൾ രാവിലെ അതൊരു 4:45 കണ്ടിട്ടോ ടൈം. അപ്പോൾ പെട്ടെന്ന് ബാക്കിയുള്ളത് തട്ടിക്കൂട്ടാലോ എന്ന് വിചാരിച്ചിട്ട് അതിനൊരു ചെറിയ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എഗ് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തത് കേട്ടോ. ഒരു നോൺ വെജ് എന്നുള്ള രീതിയിൽ നല്ല എഗ് റോസ്റ്റ്. കാരണം ചിക്കനും ഫിഷൊക്കെ ആ രാത്രി നേരത്ത് എനിക്ക് അവൈലബിൾ ആയിരുന്നില്ല വാങ്ങിക്കാനുള്ളത്. ആകെ ഉണ്ടായിരുന്നത് എഗ്ഗായിരുന്നു. അപ്പോൾ അതൊരു നോൺ വെജ് ആയിട്ടായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചാൽ നമ്മുടെ നാടൻ സ്റ്റൈൽ ഒരു 10 പേരാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇതിൽ 7 കൊള്ളുള്ളൂ കേട്ടോ അറ്റ് എ ടൈം, 7 അപ്പോൾ 2 ട്രിപ്പായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു എഗ് ബോയിലർ എൻ്റെ ഭയങ്കര ലൈഫ് സേവറാണ്. ഇപ്പം ഞാൻ ഈ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ രംഷേട്ടൻ ഓഫീസിലേക്ക് കൊണ്ടുപോകുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും ഹെഡ് കവർ ചെയ്തിട്ടാണ് ഫുഡ് ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ ഇന്ന് ആ കവർ ചെയ്ത സാധനം കാണല്ലേ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ, അതാണ് ഞാൻ എപ്പോഴും തലയിൽ വെക്കാറ്. ഇന്നിപ്പോൾ അത് കാണാനില്ല. അപ്പോൾ ഞാനൊരു ഇതിട്ടിട്ട് സ്കാർഫ് ഇട്ടിട്ട് കെട്ടി വെച്ചതാണ്. അതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ തക്കാളിയും ഒന്നും ഇടാത്ത നമ്മുടെ നാടൻ മുരിച്ചെടുത്ത ഉള്ളി റോസ്റ്റ് ഉണ്ട്. ഇതൊരു ഹാഫ് ആൻ അവർ മുരിച്ചെടുത്തിട്ട് അങ്ങനെ എഗ്ഗ് വെച്ചിട്ടുള്ളൊരു ഉള്ളി റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേയും ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഫ്രണ്ട്സും ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഓരോ സ്പെഷ്യൽ, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയ കാരണം ഞാൻ വിചാരിച്ചു ഒരു കേരള ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം എന്നുള്ളത്. കാരണം നമ്മുടെ കേരളത്തിനാണല്ലോ ഇത്രയും വിഭവം. ബ്രേക്ക്ഫാസ്റ്റിൽ എനിക്ക് തോന്നുന്നു ഇത്രയും വിഭവങ്ങൾ. ഓഫ് കോഴ്സ് മഹാരാഷ്ട്രീയൻ ഇതിലും ഉണ്ട് കേട്ടോ ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ്. പക്ഷേ എന്നാലും കേരളത്തിൽ കുറേ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് ഉണ്ട് വെറൈറ്റി എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഒന്ന് എഗ് റോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയെടുത്താൽ വെജിറ്റബിൾ സ്റ്റൂ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് ഡിഷസാണ് കേട്ടോ. അതേ നേരൊക്കെ വെളുത്ത് ഏകദേശം ഒരു 6 മണി, ഇപ്പം നല്ല ചൂടായ കാരണേ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് അത്യാവശ്യം നേരം വിളക്കും. അപ്പോൾ സ്റ്റൂ ഒരു ഭാഗത്ത് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇഡ്ഡലി ഉണ്ടാക്കാം. ഇഡ്ഡലി മാവ് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ കയ്യിലുള്ള ഇഡ്ഡലി പാത്രം ഇങ്ങനത്തെയാണ് കേട്ടോ. അതായത് 2 തട്ട് ഇങ്ങനത്തെയും പിന്നെ ഒരു ചെറുതാണ്, കുറേ വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് ഈ ഒരു ഇഡ്ഡലി തട്ടുള്ളതുകൊണ്ട് എനിക്ക് നല്ല സുഖം. മിനി ഇഡ്ഡലി, നമ്മുടെ ഗീ പൊടി ഇഡ്ഡലി ഇല്ലേ, അതും ഒരു വെറൈറ്റി ആയിക്കോട്ടെ, നമുക്ക് കുറേ വെറൈറ്റി കൊണ്ടുവരാമല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഒരു സൈഡിൽ കൂടെ സ്റ്റ്യൂവും ഒരു സൈഡിൽ കൂടെ അപ്പവും കുറച്ച് അപ്പത്തിൻ്റെ ബാറ്ററും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചു അപ്പമാക്കാം എന്നുള്ളത്. വെള്ളയപ്പം നല്ലോണം മൊരിക്കുന്നില്ല, കാരണം നേരത്തെ ഉണ്ടാക്കി വെക്കുന്ന കാരണം അവരൊരു 8:30-9 മണിക്ക് എത്തും. അപ്പോൾ എനിക്കെല്ലാം ക്ലീൻ ചെയ്ത് വീട് റെഡിയാക്കണം. അപ്പോൾ അതുകൊണ്ട് മറ്റേ ഭയങ്കര ക്രിസ്പി അപ്പമാകുമ്പോൾ ലൈവായിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ കുറച്ച് മറ്റേ ടൈപ്പ് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല കട്ടി തേങ്ങാപ്പാലുള്ള സ്റ്റൂ ആണ്. പിന്നെ നല്ല മറ്റേ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ആരെങ്കിലും വരുമ്പോൾ, ഗസ്റ്റ് വരുമ്പോൾ ഡിഷ് പ്രിപ്പയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാർ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് നമ്മുടെ പാലക്കാട് സ്റ്റൈൽ സാമ്പാറാണ്, വറുത്തരച്ചത് ഉണ്ടാക്കിയില്ല. കാരണം ഇഡ്ഡലിക്ക് കുറച്ചും കൂടെ ഒരു സ്വീറ്റ് ഇതുള്ള സാമ്പാറാണ് കുറച്ചും കൂടെ നല്ലത് വിചാരിച്ചു. നാളികേരമൊക്കെ പിന്നെ രംഷേട്ടൻ തലേദിവസം തന്നെ ചിരകി തന്നുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇഡ്ഡലിയും വെള്ളയപ്പവും ഇതുമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ എനിക്കത് തികയില്ലേ എന്നുള്ളൊരു ടെൻഷനായപ്പോൾ ഞാൻ ഇടിയപ്പം കൂടെ ഉണ്ടാക്കി. നമ്മുടെ നാട്ടിൽ നൂൽപ്പിട്ട് എന്ന് പറയും. അപ്പോൾ ഞാൻ അതും കൂടെ ലാസ്റ്റ് മൊമെൻറ്റിൽ ഉണ്ടാക്കി. കുറച്ച് ഫ്രൂട്ട്സ്, വട മാത്രം പുറത്തുനിന്ന് വാങ്ങിച്ചു. ചട്നിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാട്ടോ. ഇടിയപ്പവും വട എന്താ വെച്ചാൽ എനിക്ക് ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല. രാവിലെ ഒരുപാട് എല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള സമയം കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വട ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചു. പിന്നെ കുറേ സ്നാക്സും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള. പിന്നെ ഒരു ബട്ടർ ഗാർലിക് എഗ്ഗും അതേപോലെ തന്നെ ബ്രെഡ്, അത് ആ സമയത്ത് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഗീ പൊടി ഇഡ്ഡലിയും ഇങ്ങനെ പൊടി ഓൾറെഡി ഉള്ളത് കാരണം ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ കുറേ കേരള അച്ചപ്പം, അതുപോലെ തന്നെ നമ്മുടെ കായ വറുത്തത്, കുഴലപ്പം, പിന്നെ കുറേ ഫ്രൂട്ട്സ്, നമ്മുടെ
പുഡിംഗ് കേക്ക് ഇങ്ങനത്തെ കുറേ സാധനങ്ങളും കൂടെ ഉണ്ടായിരുന്നു. ദയേ അവരപ്പോഴേക്കും എത്തി. ഒരു 10 പേരെ ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ ഫോറിനേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. അപ്പം മിത്തുക്കുട്ടി എന്തായാലും എല്ലാവർക്കും വേണ്ടിയിട്ടൊരു വെൽക്കം കാർഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റിട്ടാണ് ചെയ്തത്. അപ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു വെൽക്കം കാർഡൊക്കെ കിട്ടുക എന്നുള്ളതൊരു നമ്മുടെ ഒരു ആതിഥ്യ മര്യാദ എന്നുള്ളൊരു കോൺസെപ്റ്റ്. പിന്നെ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ തലേ ദിവസം പെട്ടെന്ന് തന്നെ ഒപ്പിച്ചതാണ്. ഒരു 2 വാഴയില 8 10 ആക്കിയിട്ട് ഇങ്ങനെ വട്ടത്തിലിങ്ങനെ ആക്കിയിട്ട് ഞാനത് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അവർക്ക് സെർവ് ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ ബാക്കി എല്ലാവർക്കും ഒരുവിധം അറിയാം. കാരണം നോർത്ത് ഇന്ത്യൻസ് ആയതുകൊണ്ട് അവർക്കറിയാം. ഇവർക്ക് ഇതെന്താണ്, ഇതിൻ്റെ കോമ്പിനേഷൻ എന്താണെന്നൊന്നും അറിയാത്ത കാരണം നമ്മൾ തന്നെ പറഞ്ഞു കൊടുത്ത് ആദ്യം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇഡ്ഡലിയുടെ കൂടെ അങ്ങനെ കഴിക്കൂ ഇങ്ങനെ കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ സെർവ് ചെയ്ത് കൊടുത്ത് പറയുമ്പോഴല്ലേ അവർക്കത് അറിയുള്ളൂ എന്തിൻ്റെ കൂടെ എന്താ കഴിക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഇതേ സെർവ് ചെയ്തതിന് ശേഷം ഞാനും മിത്തുക്കുട്ടിയും പിന്നെ ഇരിക്കാമെന്ന് പറഞ്ഞു. രംഷേട്ടൻ പിന്നെ കുറച്ച് ഇങ്ങനെ ഇരുന്നു. എല്ലാവർക്കും സെർവ് ചെയ്തതിന് ശേഷം ഇരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ രംഷേട്ടനും പോകണമല്ലോ ഇവരുടെ കൂടെ. ഇവരെല്ലാവരും പറഞ്ഞ പോലെ ഒരു ട്രിപ്പ് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ ഇറങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ രംഷേട്ടനെയും കൂടെ കൂട്ടിയിട്ട് ഇവർ ഒരുമിച്ച് പോകും. പിന്നെ നെക്സ്റ്റ് ഡേ ഈവനിങ്ങിലേ വരുള്ളൂ. അങ്ങനെയാണ് ഇവരുടെ പ്ലാൻ കേട്ടോ. 2 hours അവർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ സ്റ്റുഡിയോ റൂമൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫുഡൊക്കെ ഭയങ്കര അടിപൊളിയായി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ദേ എല്ലാവരും ഇപ്പോൾ ഇറങ്ങി. ഇപ്പോൾ സമയം 10:30. ഞാനും മിത്തുക്കുട്ടിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കേട്ടോ. അവർ പോയിട്ട് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം അവർക്ക് ഇന്ന് അവിടെ എത്താനുള്ളതല്ലേ. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി. ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. കാരണം ഇപ്പം എത്തും നമ്മുടെ ടീം. കാരണം 10:30 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങളൊന്ന് ലേറ്റ് ആയിക്കോ. കാരണം ഇവർ പോകാൻ എപ്പോഴും അറിയില്ല. അവരോട് 11 മണിക്ക് വരാനാണ് പറഞ്ഞത്. അത് ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഞാൻ വഴിയെ പറയാം. ഇന്ന് ഞങ്ങളൊരു ഗംഭീര പ്ലാനൊക്കെ ഉണ്ടാക്കിയതായിരുന്നു. അപ്പോഴാണ് രംഷേട്ടൻ പെട്ടെന്ന് ഇത് പറഞ്ഞത്. അപ്പോൾ പ്ലാൻ എന്ന് ഉച്ചയ്ക്ക് പൊതിച്ചോറാണ്. അപ്പോൾ ഓരോരുത്തർ ഓരോന്നും ഉണ്ടാക്കി കൊണ്ടുവരും. ഞാൻ ചോറും ചമ്മന്തിയും ഫിഷ് ഫ്രൈയും അതും ഇതും ഒക്കെ പ്ലാൻ ചെയ്തായിരുന്നു. വേഗം വേഗം നോക്കട്ടെ. ഇതാണ് അവർ തന്ന ഗിഫ്റ്റ് കേട്ടോ. വരുമ്പോൾ കൊണ്ടുവന്നതാണ്. ഇത് കിട്ടി. ഹാപ്പി. എന്താണത്? നല്ല ഭംഗിയുള്ള പെട്ടിയില്ലേ, നല്ല രസമുണ്ട്. സോ ഇപ്പോഴേ തുടങ്ങാം. ഇല്ല നോക്കാം. ഇന്നത്തെ രാവിലത്തെ സെഷൻ കഴിഞ്ഞ് അവരെല്ലാവരും പോയി. ഇതേ അടുത്ത ടീം വരുന്നതിൻ്റെ മുമ്പ് ഞാൻ ചെറിയൊരു സംഭവം കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഗ്രീഷ്മി ആതിരയ്ക്ക് ഇപ്പോൾ വരും. അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ കാണിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു നമ്മുടെ ആമസോണിൻ്റെ കുറച്ച് കിടിലൻ ഡ്രസ്സുകൾ. കാരണം ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഒക്ടോബർ 1 മുതൽ 17 വരെയാണ് കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഓൾമോസ്റ്റ് കഴിയാറായി. അപ്പോൾ ഞാൻ വെച്ചു ഇനി ഞാനിത് കാണിച്ചില്ലെങ്കിൽ ഇത് ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഓഫറും കാര്യങ്ങളൊക്കെ പോയി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ വേഗം ഡ്രസ്സ് മാറ്റിയിട്ട് വന്നതാണ്. അതിൻ്റെ ഇടയിലൊന്ന് വേഗം ഷൂട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചോട്ടെ. അപ്പോൾ അതെ ഫസ്റ്റ് ഞാൻ ഇട്ടിരിക്കുന്ന വേഗം പോവാം. കാരണം അവരിപ്പോൾ 15-20 മിനിറ്റിലേ വരും. അപ്പോൾ അതിനുള്ളിൽ ഞാനിത് വേഗം ഷൂട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ. ഇതൊരു ഷോർട്ട് കുർത്തിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ബിബേഡയാണ്. നല്ല കംഫർട്ടാണ്. തുണി ഒരു രക്ഷയുണ്ട്. നല്ല സുഖമുണ്ട്. നല്ല കളറും. ഒരു ഷോർട്ട് കുർത്തി പോലെ ജീൻസിൻ്റെ ഒക്കെ കൂടെ ഇടാൻ പറ്റുന്ന. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കാം. എല്ലാം ആമസോണിൽ നിന്നാണ്. കാരണം ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു 50 to 80% വരെ ഓഫും അതുപോലെ തന്നെ ടോപ്പ് ബ്രാൻഡ്സും കുറേ സംഭവങ്ങളും ഒക്കെ കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ. അടുത്തതും ഞാനൊരു എന്നും ചുരിദാറല്ലേ കാണിക്കാം. അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അടുത്തത് ഒരു ഉടുപ്പ് പോലത്തെ. ഇതൊരു ഭയങ്കര ഭംഗിയുള്ള ഒരു കളർ. ഇങ്ങനെ കെട്ടാനൊക്കെ ഉണ്ട്. ഇവിടെ താഴെ വരുമ്പോൾ ഒരു ഫ്രില്ല് പോലെ, ശരിക്കും ഒരു ഉടുപ്പ് പോലെ. ഉടുപ്പാണ് പക്ഷെ ഇറക്കുണ്ട്. നമ്മുടെ നീ ലെങ്ത്തിനും താഴെയാണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരുപാട് ചെറിയ ഉടുപ്പ് എന്നുള്ളൊരു പ്രശ്നമില്ല. ഒക്കെ സിമ്പിൾ ഡ്രസ്സുകളാണ്. പിന്നെ ഇത് ഞാൻ കുറേ കാലമായിട്ട് ഇത് ഭയങ്കര ഇഷ്ടം. എൻ്റെ കയ്യിൽ മുന്നേ ഒന്നും ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, ചിക്കൻ കാരി കുർത്തി. ചിക്കൻ കാരി കുർത്തിക്ക് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. കാരണം അതിൻ്റെ ആ ഒരു മെറ്റീരിയലിനും അതിൻ്റെ ഒരു എംബ്രോയിഡറി വർക്കിനും ഒക്കെ നല്ല പൈസ ഉണ്ട്. എപ്പോഴും ഇങ്ങനത്തെ വരും. അതായത് ഭയങ്കര ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുന്ന ടൈപ്പ്. ഇതും ഷോർട്ടാണ്. ഞാൻ ഇപ്രാവശ്യം അധികം ഈ ജീൻസിനൊക്കെ ഇടാൻ പറ്റും. ഷോർട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ നീ ലെങ്ത്തിന് എബോ, അല്ലാതെ ഭയങ്കര കുട്ടി ഷോർട്ട് അല്ല കേട്ടോ. അത്രക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇത് നിഴലടിക്കാതിരിക്കാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു ലൈനിങ് സെപ്പറേറ്റ് ഉണ്ട്. ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഞാൻ വാങ്ങുന്ന സമയത്ത് തന്നെ 1 piece ലെഫ്റ്റ് എന്നൊക്കെ. കാരണം ഇതെപ്പോൾ ഞാൻ കാർട്ടിലിട്ട് വെച്ചാലും ഞാൻ ഓർഡർ ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ ഓർഡർ ചെയ്യുമ്പോഴേക്കും അത് കഴിയും. അപ്പോൾ സെയിൽ വരുമ്പോഴാണ് ഇതിന് ലാഭം. ഞാൻ പറഞ്ഞില്ല ഭയങ്കര വിലയുള്ള സംഭവം. അപ്പോൾ സെയിൽ വരുമ്പോൾ നമുക്ക് നമ്മുടെ റേഞ്ചിന് കിട്ടും. അപ്പോൾ ഇതില്ലെങ്കിലും ഇതിൻ്റെ വേറെ കളർ കോമ്പിനേഷൻസ് എന്തായാലും അവൈലബിൾ ആയിരിക്കും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമെങ്കിൽ ഞാൻ എപ്പോഴും ഇടാറുള്ളതാണ്. ഇത് പറഞ്ഞപ്പോൾ ഒക്കെ ഒരു ലാവൻഡർ ഷെയ്ഡായി. അങ്ങനെ പാൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ ടോപ്പും ഉണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ ഒരു നീ ലെങ്ത്തിൻ്റെ അത്ര ഭയങ്കര ഇറക്കമുള്ളതല്ല, പക്ഷെ ഷോർട്ടും അല്ല. അങ്ങനെ നീ ലെങ്ത്തിൻ്റെ അത്ര വരുന്നതാണ്. ഇതിൻ്റെ പാൻറ്റും ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ വർക്ക് കണ്ട ഒരു പ്രത്യേകത ഉള്ള വർക്കാണ്. എത്ര പ്രാവശ്യം ഇട്ട് പറയുക, കുറേ പ്രാവശ്യം ഇട്ട് കഴുകിയതാണ്. ഒരു പ്രശ്നമില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്ര അടിപൊളിയായിട്ട് പറയുന്നത്. ഒന്ന് വേർത്ത് കുളിക്കണോട്ടോ. ആകെ ഭയങ്കരമായിട്ട് വേർത്ത്. പിന്നെ ഞാൻ 2
കമ്മൽ വള പോലത്തെ സംഭവങ്ങൾ വാങ്ങിച്ചു. അതിന് ഭയങ്കര ലാഭമുണ്ട് കേട്ടോ. ബാക്കി വാങ്ങണമെങ്കിൽ ഇപ്പം തന്നെ വാങ്ങാൻ അധികം ദിവസമല്ലേ ഞാൻ പറഞ്ഞില്ല. പെട്ടെന്ന് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് കാണിക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി, അതുകൊണ്ട് 17th വരെ ഉള്ളൂ ആക്ച്വലി. ഇത് കണ്ടോ, ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ സ്റ്റോൺസ് ആണ് കേട്ടോ. നല്ല രസമുണ്ട്, എന്നാൽ അധികം റേറ്റ് ഇല്ല. അപ്പോൾ നമ്മളൊരു റിസപ്ഷന് പോവുകയാണ്, അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് ലുക്ക്, റിസപ്ഷൻ ലുക്ക്, ഒരു ബർത്ത്ഡേക്കൊക്കെ നമ്മൾ വെസ്റ്റേൺ ഡ്രസ്സൊക്കെ ഇടില്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇടണം എന്നുണ്ടെങ്കിൽ പറ്റിയതാണ്. കാരണം ഭയങ്കര സിമ്പിളാണ്. ഇപ്പോൾ സിൽവർ, ജർമ്മൻ സിൽവർ ഇതിൽ വരുന്നതാണ്. നല്ല രസമുള്ള കമ്മലാണ് കണ്ടോ, അടിപൊളി കമ്മലാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു കമ്മലും വേണമെങ്കിൽ വാങ്ങാം. ഞാൻ പറഞ്ഞ പോലെ എല്ലാ ആമസോണിൽ നിന്ന് എല്ലാത്തിൻ്റെയും ലിങ്ക് കൊടുക്കാം. ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ നടക്കുന്നതാണ്, നല്ല സെയിലുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ വേർത്ത് കുളിച്ച് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇപ്പോൾ വരും, ഒരു 5 മിനിറ്റിൽ അവരെത്തും. അപ്പോഴേക്കും ഞാൻ ബാക്കി പരിപാടികളൊക്കെ നോക്കട്ടെ. ഇനി ലഞ്ചും പ്രിപ്പറേഷൻ ഇന്നും നാളെയും കംപ്ലീറ്റ് ഫുള്ള് നല്ല ബിസി. ഇന്നലെ മുതൽ തുടങ്ങിയതാണ്. ഇന്നലെ മുതലേ നമ്മൾ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പം നല്ല രസമായി, നല്ല എക്സൈറ്റഡ്. മറ്റേ നിമിഷം പോകുമ്പോൾ അയ്യോ എന്താ ഒരു വിഷമം, കാരണം ബോറടിച്ചിരിക്കും. വീക്കെൻഡൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും ഭയങ്കര ബോറടിയല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ അതെന്തായാലും ആ ഒരു സംഭവം എന്തായാലും ഇല്ല. എന്തായാലും അവരെ കാത്തിരിക്കാൻ. അപ്പോൾ രംഷേട്ടൻ ട്രിപ്പ് പോകാന്നുള്ള 2 ദിവസം മുന്നേ കൺഫേം ആയപ്പോൾ തന്നെ ഞങ്ങൾ 3 പേരും കൂടെ സ്ലീപ്പ് ഓവർ പ്ലാൻ ചെയ്തു. ഞങ്ങളൊരു 3 മാസമായി ഒരു സ്ലീപ്പ് ഓവറൊക്കെ ഇങ്ങനെ ചെയ്തിട്ട്. അപ്പോൾ വിചാരിച്ചു അങ്ങനെ ചെയ്യാം. അപ്പോൾ പൊതിച്ചോറ് കഴിക്കാൻ 3 പേർക്കും ഭയങ്കര ആർത്തി. അപ്പം എന്നാൽ പൊതിച്ചോറാക്കാം. പിന്നെയാണ് അവർ ലേറ്റായി പോകാനൊക്കെ ആയപ്പോൾ ഇവരും കുറച്ച് ലേറ്റായി വരാൻ. അപ്പോൾ ആതിര പുളിശ്ശേരിയും ഗ്രീഷ്മ ഉപ്പേരിയും കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ബാക്കിയെല്ലാം ഞാനിവിടെ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് നമുക്ക് ജസ്റ്റ് വേഗം തന്നെ അവർ വന്നുടനെ പൊതിച്ചോറ് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ തലേ ദിവസമല്ലേ ഈ പ്ലാൻ വന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും എനിക്ക് എൻ്റെ പ്ലാൻ ഞാൻ ഫിഷൊക്കെ തലേ ദിവസം അതുകൊണ്ട് തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ഫ്രൈ പിന്നെ അവർ പോയിട്ട് എങ്ങനെ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്ത് മാങ്ങയൊക്കെ വാങ്ങി. പക്ഷേ ഗ്രീഷ്മ വന്നിട്ടാണ് കട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അവിടെ അവർ വന്നിട്ടാണ് ബാക്കിയൊക്കെ ചെയ്തത്. അപ്പോൾ പൊതിച്ചോറാക്കിയില്ല, കാരണം എൻ്റെ എനർജി കംപ്ലീറ്റ് ഡ്രെയിൻ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊതിച്ചോറിന് പകരം പിന്നെ സാമ്പാർ നമ്മൾ രാവിലെ ഇഡ്ഡലിക്ക് ഉണ്ടാക്കിയത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. സോ എല്ലാ സംഭവങ്ങളും ഉണ്ട്, പക്ഷെ അത് പൊതിച്ചോറാക്കി മാറ്റിയില്ല എന്ന് മാത്രം. ചോറും അതൊക്കെ വേഗം ഒരു അരമണിക്കൂറിൽ വേഗം ചടപടേന്ന് പറഞ്ഞ് നമ്മളതൊക്കെ ഉണ്ടാക്കി. അടിപൊളിയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. കാരണം കുറേ കാലത്തിന് ശേഷമാണ് കുഞ്ഞമ്മത്തി കിട്ടിയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി വൈകുന്നേരം വരെ ഇരുന്ന് വർത്താനം പറഞ്ഞു. ഒന്നും വ്ളോഗ് എടുത്തില്ല. അതാണ് ഇപ്പോൾ ഉണ്ടായത്. ഇതിപ്പോൾ സമയം എത്ര മണി അറിയോ? രാത്രി 11 മണി. ഞങ്ങൾ ഈവനിങ് ഒരു വർത്താനം പറഞ്ഞ് കുറേ നടന്ന് പുറത്ത് പോയി തിരിച്ച് വന്ന് ഈവനിങ്ങിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. ഞാനതൊന്നും ഞാൻ പറഞ്ഞില്ലേ, വ്ളോഗേ എടുത്തില്ല. ഞാൻ മറന്നുപോയി. ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴേ ഞാൻ എന്തെയ്തൊന്നും എടുക്കാതിരുന്നത് എന്നുള്ളൊരു ബോധം എനിക്ക് വന്നത്. അങ്ങനെ രാത്രിയായപ്പോൾ ഇവിടെ അടുത്ത് സെനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി കഫേ തുറന്നിട്ടുണ്ട്. കുറച്ച് ദിവസമായി തുറന്നിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും ജെലാറ്റോ ഐസ്ക്രീമുകൾ നല്ല അടിപൊളി ഫ്ലേവേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ 11 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. 11 മണിക്ക് ഞങ്ങൾ അവിടെ എത്തിയത്. ആ സമയത്തുള്ള തിരക്ക് കാണണം. അവിടെ പിസ്സ, ബർഗറൊക്കെ ഉണ്ട്. നല്ല റിവ്യൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ അതൊന്നും കഴിച്ചില്ല, കാരണം ഞങ്ങൾ ഓൾറെഡി ഡിന്നർ കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ പിള്ളേരെയും കൂടെ ആയിട്ട് നമ്മൾ വന്നു. ഞാനും ആതിരയും ഗ്രീഷ്മയും ഒരേ ഫ്ലേവറാണ് കഴിച്ചിട്ടോ. അമേരിക്കൻ ഡ്രൈ ഫ്രൂട്ടാണ് കേട്ടോ എന്തോ സംഭവം. വിത്തുകുട്ടി ബിസ്കോഫും ദേവു ബ്ലൂബെറിയുടെയും അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. നല്ല വെറൈറ്റി സംഭവങ്ങളുണ്ട്. കോണിലാണ് നമ്മൾ കഴിച്ചത്. നല്ല രസമുണ്ടായിരുന്നു. ഒരു ആംബിയൻസ് അടിപൊളി, വലിയൊരു കഫേയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം ഇരുന്ന് ഒരു 11:30 വരെയൊക്കെ ഇരുന്ന് വെറുതെ വർത്താനൊക്കെ പറഞ്ഞ് കുറേ ചിരിച്ചു കേട്ടോ. ചിരിച്ച് ഈ ഒരു സ്ഥലം നോക്കിക്കുക, അത് പുറത്താണ്. അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ അതിൻ്റെ. പക്ഷേ എന്താ വെച്ചാൽ ചൂട് സമയമല്ലേ, നല്ല ചൂട് തുടങ്ങി ഒരു 1 വീക്കായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുറത്തിരുന്നില്ല, എ സിയിലിരിക്കുന്ന വെച്ചാൽ ഉള്ളിലിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഡിസംബറിലൊക്കെ നല്ല സൂപ്പർ വൈബായിരിക്കും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഡിസംബർ ആകുമ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് പുറത്തൊക്കെ ഇരുന്ന് നമ്മുടെ വീടിന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. അത്ര അടുത്താണ് ഈ ഒരു സംഭവം. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഓട്ടോയിൽ വന്നു. പോകുമ്പോൾ നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രാത്രി 11:30 നടക്കുകയാണ്. അതേ നോക്കി, ഇത്രയും ലേറ്റായി നടക്കണമെങ്കിൽ ഇത്രയും സേഫായിട്ട് അത് മുംബൈയിൽ മാത്രമേ നമുക്ക് ഇന്ത്യയിൽ നടക്കുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആതിരയും ഗ്രീഷ്മയും എല്ലാവരും രാവിലെ ഒരു 10:30-11 മണി ആയപ്പോൾ പോയിട്ടോ. ഇന്നത്തെ ദിവസം ഞാൻ ഒന്നും എടുത്തില്ല, അല്ലെ ഞാൻ ഇന്ന് വ്ളോഗേ എടുത്തില്ല. ആസ് യൂഷ്വൽ ഞങ്ങൾ എന്നത്തെയും പോലെ രാത്രി 3 മണിയായി കിടന്നുറങ്ങാൻ. രാവിലെ പക്ഷെ നേരത്തെ എണീക്കുന്നത് ഇവർക്കൊക്കെ പോകണ്ടേ, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അങ്ങനെ എന്താ പറയുക. ഇന്നലെ മിനിഞ്ഞാന്ന് മുതൽ തുടങ്ങിയ പ്രിപ്പറേഷനാണല്ലോ. അപ്പോൾ ഇന്നലെയും അവർ ഫുൾ രംഷേട്ടൻ്റെ ഗസ്റ്റ് വന്നു. അത് കഴിഞ്ഞ് ഇവർ വന്നു. അത് കഴിഞ്ഞ് ഇവർ ഇന്ന് രാവിലെ പോയി. രംഷേട്ടൻ ഈവനിങ് ആയപ്പോഴേക്കും പോയി. ഞാൻ നന്നായിട്ടൊന്ന് കിടന്ന് ഉറങ്ങിട്ടോ. ഈവനിങ് ആയപ്പോഴേക്കും വന്നു. പിന്നെ അല്ല, ഇന്ന് ഏകദേശം കിളി പോയ അവസ്ഥയാണ്. കാരണം ഇന്ന് ഉറക്കം ശരിയാവാത്തതുകൊണ്ട് അവരുടെ കൂടെ ഇന്ന് വർത്താനം പറഞ്ഞിട്ട് അപ്പോൾ അവർ പോയതും പിന്നെ എനിക്കിന്ന് ഫുള്ള് നന്നായിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങിയിട്ടോ. പാത്രമൊക്കെ ഇതൊക്കെ റെഡിയാക്കി വെച്ച് ഇപ്പോൾ ഒന്ന് അടിച്ചു വാരിയിട്ട് ഒന്നും കൂടെ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്ത ഗസ്റ്റ്, അപ്പം ഇന്നിപ്പോൾ അടുത്ത ഗസ്റ്റ് ഇപ്പോൾ വരും. അപ്പോൾ അവർ ഡിന്നറിനുണ്ട്.
അപ്പോൾ ആ ഒരു ഫുഡ് ഇതൊക്കെ നമ്മൾ അപ്പോൾ ഞാൻ വേഗം ഒന്ന് ക്ലീനിങ് ഒക്കെ ചെയ്ത് ഒന്ന് കുളിച്ച് ഇതായാലും രമേശേട്ടൻ്റെ അതെന്റെ ഫ്രണ്ടാ നാട്ടിലുള്ളത്. അവൻ ഇന്നലെ വിളിച്ചായിരുന്നു. അപ്പൊ ഞാൻ ഇന്നലെ അവിടെ ഇല്ല. നാളെ ഈ സെയിം ടീമുകളായിട്ട് ഞങ്ങൾക്ക് പിന്നെയും ഡിന്നറാണ്. ഇനി ഇവര് പോകുന്നവരെ രമേശേട്ടൻ ഉണ്ടാവില്ല കേട്ടോ. ഇന്ന് രാത്രി ഡിന്നറും പരിപാടികളൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, നല്ല രസമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ല രസമായിരുന്നു കേട്ടോ. ഇന്നലെ രാവിലെ മുതൽ കുറേ പേരൊക്കെ അവരൊക്കെ വന്നപ്പോൾ പിന്നെ ഇവർക്ക് ഇന്ന് രമേശേട്ടന് ഇതുപോലെ വേറൊരു ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു. ഓഫീസ് ടീമിലെ വേറൊരു ഇതില് അടിപൊളിയായിരുന്നു. നോൺ വെജ് ഫീസ്റ്റ്, അതായത് ഫിഷ് സീ ഫുഡ് ഫീസ്റ്റ് ആയിരുന്നു. മഹാരാഷ്ട്രയിൽ അറിയാലോ സീ ഫുഡിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ അതൊക്കെ ഗംഭീരം. അതിന്റെ ഫോട്ടോ വീഡിയോ ഒക്കെ കാണിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈവനിങ് ആയപ്പോൾ അടുത്തപ്പോൾ മൂന്ന് ഗസ്റ്റ് 2 ദിവസത്തിൽ നമ്മൾ കംപ്ലീറ്റ് ബിസി. പക്ഷെ ഇന്നത്തെ ഓരോ വ്ളോഗും ഞാൻ എടുത്തില്ല എന്നുള്ളതാണ്. ഇന്ന് രാവിലെയൊക്കെ വർത്താനം പറയണല്ലേ കാര്യമായിട്ടുള്ളൂ. ഇവരുടെ അവിടത്തെ വീഡിയോ ഞാൻ എന്തെങ്കിലും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അതിൽ ഭയങ്കര ആ വീഡിയോസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എന്തായാലും ആഡ് ചെയ്യില്ല. അവരുടെ പ്രൈവറ്റ് ഇതല്ലേ സംഭവം. കാര്യങ്ങളും അധികം ഒന്നും എടുത്തിട്ടില്ല, കുറച്ചൊക്കെ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫുഡായാലും അവരുടെ വീട്ടിലെ ഫുഡും കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലത്തെ അടിപൊളിയായിരുന്നു. ഇന്നലത്തെ പോയതൊക്കെ ഞങ്ങൾ ഇന്നലെ അവിടെ ഒരു സ്ഥലം പോയിട്ട് ഒരു ബീച്ച് സൈഡിൽ സ്റ്റേ ഒക്കെ ആയിരുന്നു. അടിപൊളിയായിരുന്നു അവിടെ സ്ഥലവും സംഭവങ്ങളും പരിപാടികളൊക്കെ. സ്വപ്ന ഭയങ്കര ഇതായിരുന്നു കേട്ടോ. അവരൊക്കെ എന്നോട് പറഞ്ഞു അതൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇപ്പൊ അവര് കേരള ഫുഡിന്റെ ഫാനാണ്. അപ്പൊ ഭയങ്കര ഇതായി. അടുത്ത പ്രാവശ്യം വരുമ്പോ ഇനി ഇടി എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇടി അപ്പം നെക്സ്റ്റ് ടൈം എനിക്ക് നോൺ വെജ് ഫീസ്റ്റ് ഉണ്ടാക്കണം എന്നുണ്ട്. ആക്ച്വലി നോൺ വെജ് ഫീസ്റ്റ് ആണ് അവർക്കും കൂടുതൽ ഇഷ്ടം. ഇതിൽ അധികം നോൺ വെജ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം പെട്ടെന്ന് ഉണ്ടാക്കിയ ഡിസിഷൻ ആയിരുന്നു. തലേ ദിവസം രാത്രി ഫിക്സ് ചെയ്താൽ എനിക്ക് പെട്ടെന്ന് എല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നെക്സ്റ്റ് ടൈം ആകുമ്പോൾ അത് ഞാൻ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് അതായിരിക്കും എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം അങ്ങനെ ചെയ്യാൻ. അപ്പം അങ്ങനെ ഇത് ഫ്രഷായി. ഇപ്പം നമ്മൾ ഗസ്റ്റിനെ കാത്തിരിക്കണം. അവരിപ്പോൾ ഒരു 5 മിനിറ്റ്സിൽ ഇവിടെ എത്തും. അപ്പം നമ്മുടെ ഫുഡൊക്കെ റെഡിയാക്കി. ഇന്ന് ഫുൾ ഒരു മഹാരാഷ്ട്ര സ്പെഷ്യൽ ഡിന്നറാണ്. കംപ്ലീറ്റ് മഹാരാഷ്ട്രീയൻ ഫുഡാണ് കേട്ടോ. അതിൽ ബട്ടർ നാൻ മാത്രം നമ്മൾ ഫസ്റ്റ് എക്സ്ട്രാ പോലെ വെച്ചു. പക്ഷെ ബാക്കി മഹാരാഷ്ട്രൻ സ്പെഷ്യൽ കറികളാണ്. പിന്നെ കൂടെ അതിൻ്റെ ടേസ്റ്റി ആയിട്ടുള്ളത് ബക്രി. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഡിന്നർ. അപ്പോൾ ഡിന്നറിന് കംപ്ലീറ്റ് നോൺ വെജ് ഉള്ള ഒരു മഹാരാഷ്ട്രീയൻ സ്പെഷ്യൽ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ബട്ടർ നാൻ വാങ്ങിച്ചു. ഗാർലിക് ബട്ടർ നാൻ ആണ്. അതിപ്പോൾ എപ്പോഴും എല്ലാവരും ഫേവറേറ്റ് ആയിരിക്കും. ഇതൊരു മാൽവൻ എന്താ പറയുക ചിക്കൻ ആണ്. ഇവിടുത്തെ ഒരു മഹാരാഷ്ട്രീയൻ ചിക്കനാണ്. ബാക്രി നമ്മുടെ പത്തിരിയുടെ വേറൊരു വേർഷൻ, ഭയങ്കര വലുതും ഒരു ഇത്തിരി കട്ടിയുള്ളതും ആയിരിക്കും. പിന്നെ ഇതൊരു ക്രീമി ചിക്കനാണ്. പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ്, അത് പിന്നെ ഒരു റൈസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. പിന്നെ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊരു 3 പേരുണ്ടായിരുന്നു. അങ്ങനെ 2 ഡേയ്സ് ഫുൾ ഗസ്റ്റുമായിട്ടുള്ള ഒരു ബിസി വീക്കെൻഡ് ആയിരുന്നു കേട്ടോ. 2 ദിവസം നല്ല രസമായിരുന്നു. ഫുൾ ടൈം ആളുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇപ്രാവശ്യത്തെ അതും അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾ സ്ലീപ്പ് ഓവർ മാത്രം ഒരു 2 ദിവസം മുന്നേ പ്ലാൻ ചെയ്താണ്. ബാക്കിയെല്ലാം പെട്ടെന്ന് ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും എല്ലാം കഴിഞ്ഞു. ഇനി നാളെ മുതൽ രമേശേട്ടൻ ബാക്ക് ടു ഓഫീസ്. ഞാൻ പറഞ്ഞ പോലെ മിത്തുകുട്ടിക്ക് ലീവായതൊരു വലിയ ആശ്വാസമാണ്. കാരണം മിത്തുകുട്ടിക്ക് വെക്കേഷൻ തുടങ്ങി, ഫ്രൈഡേ പൂട്ടിയതാണ്. അപ്പം ഇനിയിപ്പോൾ ഒരു 2 വീക്സ് വെക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു സമാധാനം. അല്ലെങ്കിൽ രാവിലെ എണീക്കുക, അയ്യോ ഇപ്പോൾ സമയം 11:30 അപ്പോൾ രാവിലെ എണീക്കുക പരിപാടിയൊക്കെ തന്നെ. ഇതിപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. രമേശേട്ടനാണെങ്കിൽ പിന്നെ ഓഫീസും ലഞ്ചും അതും ഇതും ഡിന്നറും. ഇനിയിപ്പോൾ കുറച്ച് ദിവസം രമേശേട്ടനും ഫുൾ ബിസി ആയിരിക്കും ഓഫീസിലും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നത്. കുറേ കാലമായി നമ്മളിങ്ങനെ വ്ളോഗൊക്കെ അല്ലേ, അങ്ങനത്തെ വ്ളോഗ്സൊക്കെ നമ്മളിങ്ങനെ ഇട്ടിട്ട് കുറേ കാലമായി. അപ്പോൾ നിങ്ങളും എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.